ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയാലോ. സോ ഡിലേ ആക്കുന്നില്ല, ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെ ട്രൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇപ്പൊ ശരിക്കും നല്ല തണുപ്പുണ്ട്, ഇപ്പൊ എന്റെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം മേക്കപ്പ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ആണ് ചൂസ് ചെയ്യുന്നത്. സോ മെയ്ബെലിന്റെ ഈ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻവൈബയുടെ ഈ ഒരു സിറം ഇൻഫ്യൂസ്ഡ് ഫൗണ്ടേഷനാണ്. തണുപ്പൊക്കെ വരാൻ തുടങ്ങി, അതായത് ഫേസ് ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം അങ്ങനെ അതനുസരിച്ചുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് സിറം ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ഫേസ് ഡ്രൈ ആകാണ്ട് ആ ഒരു ഹൈഡ്രേഷൻ നന്നായിട്ട് ഫേസിന് കിട്ടും. ഒരു ബ്രഷ് കൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഞാൻ നന്നായിട്ട് ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഹൈഡ്രേറ്റഡ് ഫീൽ ഉണ്ട് ഫേസിന്. ഞാൻ മേബെലിന്റെ ഒരു ഫിറ്റ് മീ കൺസീലറും കൂടെ ദേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു കൺസീലർ ബ്രഷ് കൊണ്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബൈ ദ വേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കണ്ട. ഐബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാഴ്സിന്റെ ഈ ഒരു ജെൽ ഐലൈനർ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ റിനയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് എടുത്തത്. ഈ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് ഞാനിങ്ങനെ ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആ സെയിം ഷെയ്ഡ് ഈ സൈഡിലും ഇപ്പുറത്തെ ഐലിഡ്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു മെറൂൺ ഷെയ്ഡ് എടുക്കുകയാണേ, അത് ഈ ഒരു പോർഷനിൽ ഇവിടെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് ഇങ്ങനെ പയ്യെ ബ്ലെൻഡ് ചെയ്യാം. സെയിം ഷെയ്ഡ് ഈ സൈഡിലും അപ്ലൈ ചെയ്ത് പയ്യെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതിൽ ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഇതൊരു ബ്രഷിൽ തന്നെ എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്യും. സെയിം സ്റ്റെപ്പ് നമുക്ക് ഈ സൈഡിലും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ആ എൻഡ്സ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ അത്രയുള്ള ഐ ഷാഡോ കഴിഞ്ഞു. ഇനി ഐസ് കുറച്ച് നല്ല വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഫോൾസ് ലാഷസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻവൈബയുടെ ഈ ഒരു മാഗ്നറ്റിക് ലാഷസ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ലൈനർ ഉണ്ട്. ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ആ ലൈനർ അപ്ലൈ ചെയ്യുക, ലാഷസ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി, അതങ്ങ് സ്റ്റിക്കായിരുന്നോളും. സെയിം നമുക്ക് ഈ സൈഡ് ഐസിലും കൂടെ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഐ ലാഷസ് സക്സസ്ഫുള്ളി വെച്ച് കഴിഞ്ഞു. സോ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്ക് തന്നെ ആകാം. സോ ഷുഗറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ചൂസ് ചെയ്ത്. ഈ ബ്രൈറ്റ് ഷെയ്ഡ് തന്നെ ലിപ്സ്റ്റിക് ആയിട്ട് വന്നപ്പോൾ നല്ലൊരു ഭംഗി, ശരിക്കും നല്ലൊരു ബ്രൈറ്റ് ഫീൽ ഫേസിന്. ഇനി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു പെയിൻറ്റിങ് കണ്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് വരച്ചാൽ ഭയങ്കര രസമായിരിക്കും തോന്നി. സോ ഈ എൻവൈബയുടെ ഈ ഒരു പെയിൻറ്റ് പാർട്ടി പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റ് മേടിച്ചു. ഇത് ആക്ച്വലി നമുക്ക് ഇത് യൂസ് ചെയ്ത് ഫേസ് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഇതിലൊരു ബ്രഷ് ഉണ്ട് ആൻഡ് ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് വാട്ടർ കളർ ചെയ്യത്തില്ലേ, വെള്ളത്തിൽ മുക്കി കളർ എടുക്കുന്നു, വരയ്ക്കുന്നു, ജസ്റ്റ് ദാറ്റ് തിങ്. അത് നമുക്ക് ഫേസിൽ ചെയ്യാൻ പറ്റും ഈ പാലറ്റ് ഉണ്ടെങ്കിൽ. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യം നമുക്ക് ബ്ലാക്ക് കളർ എടുത്തിട്ട് ജസ്റ്റ് ലൈക്ക് വാട്ടർ കളറിങ്, ശരിക്കും എനിക്ക് സ്കൂളിലൊക്കെ വാട്ടർ കളറിങ് ചെയ്തത് ഓർമ്മ വരും. ആ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ അതിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കുകയാണേ. എനിക്ക് ശരിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊച്ചിലേക്ക് വാട്ടർ കളറിങ് ചെയ്യുന്ന സെയിം സംഭവം തന്നെ, ആ പിക്കിലുള്ളതുപോലെ തന്നെ ഇതിന്ന് ഒരു റെഡ് ഷെയ്ഡ് എടുക്കാം. അതിലുള്ളതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി യെല്ലോ കളറാണ് എടുക്കുന്നത്. യെല്ലോ കളർ എടുത്തിട്ട് വരച്ചു കൊടുക്കാം. ഇതൊരു ഫ്ലൂറസെൻറ്റ് കളറാണ്. ലാസ്റ്റ് ഷെയ്ഡ് ഗ്രീൻ. ഇത്രയ്ക്ക് ഭംഗിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഫേസ് പെയിൻറ്റ് ചെയ്യാനും ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ലുക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പാലറ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഷെയ്ഡ്സ് വെച്ച് നിങ്ങൾക്ക് പല പല കളറിലുള്ള ലൈനേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് ഇത്ര നന്നായിട്ട് ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ലാസ്റ്റ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ സ്പ്രേ ചെയ്താലും നമ്മുടെ ലുക്ക് ഇസ് കംപ്ലീറ്റ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.